everyone, welcome back to Silent Learning. It's me Jamshad, you can call me Jerry. Today in this chapter we are going to do the first chapter activity. നമ്മുടെ 7ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് എ റോബോട്ട് വിത്ത് എ വൈറസ്. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ. ഇദ്ദേഹത്തിന്റെ ഈ ചാപ്റ്റർ വളരെ അടിപൊളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. Whatever, ഇതിന്റെ ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് നമ്മൾ ഇത് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ഈ ഒരു ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും, ആക്ച്വലി 7ാം ക്ലാസ്സിലുള്ള മുഴുവൻ സ്റ്റുഡൻസിനും നിങ്ങൾ എന്താക്കുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവരും പഠിക്കട്ടെ. ഇതിന്റെ എക്സാക്ട് ആക്ടിവിറ്റിന്റെ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യുക, ഇതുമായിട്ട് കമ്പയർ ചെയ്തു നോക്കാണ് വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടോ, റോബോട്ട് വിത്ത് വൈറസ് ഉള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഈ ഒരു റോബോട്ടിന്റെ ചാപ്റ്റർ അത്രയും അടിപൊളിയാണ്. ആ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെറ്റ് ആക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും മറ്റു ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എന്താക്കും, ഈ ചാനൽ ഇടുന്നതാണ്. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതിന്റെ ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് നമ്മൾ ഇത് സെറ്റ് ആക്കാൻ പോകുന്നത്. പവർ ആക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ദീസ് ആർ സം ഓഫ് ദ ഇവന്റ്സ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദി സ്റ്റോറി. ഈ കഥയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റോബോട്ട് വിത്ത് എ വൈറസ് ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അതിലെ ഇവന്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്ന 10 എണ്ണം. ഈ കഥയിലെ കാര്യങ്ങളാണ് 10 എണ്ണമായിട്ട് ഇങ്ങനെ വരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, റീഡ് ദം കെയർഫുള്ളി. അത് നന്നായിട്ട് വായിച്ചു നോക്കാനാണ് പറയുന്നത്. പക്ഷെ അത് വായിച്ചു നോക്കുന്ന സമയത്ത് ഇച്ചിരി സീനാണ്. എന്താ സീൻ, അത് വായിക്കുമ്പോൾ മനസ്സിലാവും. നോക്കിക്കോ. റിക്കി സെർച്ച്ഡ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. ചെക്കൻ, റിക്കി നമ്മുടെ ഈ ചാപ്റ്ററിലെ ക്യാരക്ടറാണ്. അവന്റെ മിസ്സിംഗ് ആയിട്ടുള്ള ടീഷർട്ടും അവന്റെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. റിക്കീസ് പാരന്റ്സ് പർച്ചേസ്ഡ് ദ ബട്ട്ലർ റോബോട്ട്. റിക്കിന്റെ പാരന്റ്സ് അവന് വേണ്ടിയിട്ട് ബട്ട്ലർ റോബോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലല്ലോ, റിക്കിക്ക് ആ ഒരു ബട്ട്ലർ റോബോട്ട് വാങ്ങിയതിന് ശേഷമല്ലേ ടീഷർട്ട് മിസ്സാവാൻ തുടങ്ങിയത്. സോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായല്ലോ. അതാണ് അറേഞ്ച് ചെയ്തത് പ്രോപ്പർ അല്ല, മുഴുവൻ തെറ്റിച്ചിട്ടാ കൊടുത്തേ. സോ നമുക്കത് എന്താക്കാം, പവറാക്കാം. അതിന്റെ ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് അറേഞ്ച് ദ ഇവന്റ്സ് ഇൻ ഓർഡർ. അത് ഓർഡറിലാക്കിയിട്ട് നമ്മളോട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നമ്മൾ ചെയ്യാൻ പോവാണ്. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്. സോ സെറ്റ് ആക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റിക്കീസ് പാരന്റ്സ് പർച്ചേസ്ഡ് ബട്ട്ലർ റോബോട്ട്. റിക്കിക്ക് വേണ്ടിയിട്ട് റിക്കിന്റെ പാരന്റ്സ് എന്താക്കി, ആ ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിക്കൊടുത്തു. ഇനി ഇതിനെ എന്താക്കണം, ഓർഡർ ആക്കണം. ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലാകണം. ഈ ചാപ്റ്റർ ആക്ച്വലി നമ്മുടെ അവെഞ്ചേഴ്സ് ബാച്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു അവെഞ്ചേഴ്സ് ബാച്ചിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആക്ച്വലി നമ്മൾക്ക് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനുമായിട്ടാണ് സൈലം നിങ്ങളുടെയൊക്കെ അവെഞ്ചേഴ്സ് ബാച്ച് പ്രസന്റ് ചെയ്യുന്നത്. നോക്കാം, ഇങ്ങനെ ഈ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടാൻ വേണ്ടി എന്തിന് നിങ്ങൾ അവെഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകളുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻ ഉണ്ടായിരിക്കും. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നമ്മൾ എന്താക്കും, ഓരോ എക്സാമും കൂടെ നടത്തും. അപ്പൊ നിങ്ങൾക്ക് യൂണിറ്റ് മനസ്സിലായോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, പിന്നെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അതിന്റെ ആൻസർ കീ നമ്മൾ എന്താക്കും, ലൈവിലൂടെ വന്നിട്ട് ഡിസ്കസ് ചെയ്യും. തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ അവെഞ്ചേഴ്സ് ബാച്ചിലുള്ളത്. സോ ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്യാം. 1999 പറഞ്ഞത് ഒരു വർഷത്തേക്കുള്ള ഫീസാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി നമുക്ക് അതിന്റെ ആക്ടിവിറ്റിന്റെ ആൻസറിലേക്ക് പോവാം. ഇതിനെ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അവസാനം കൊടുത്തിട്ടുണ്ട് റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യന്റ് ബോയ്. അവനൊരു മാക്സിമം ഒരു അടിപൊളി നല്ലൊരു മോനായി മാറി അല്ലെ. അതിലേക്ക് നമുക്ക് എത്തണം. അതിന് ആൻസർ പറയാൻ പോണ കണ്ടോ. ഈ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഓൾറെഡി ആൻസർ എന്താക്കുക, ജസ്റ്റ് പെൻസിൽ എടുത്തിട്ടോ എന്താക്കുക, കഥ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ പെൻസിൽ എടുത്തിട്ട് കറക്റ്റ് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് ഇത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്താക്കാം, ഈ ഓർഡർ സ്വീകരിക്കുക, അല്ലെങ്കിൽ എന്താക്കാം, ക്ലിയർ ചെയ്യാം. റിക്കീസ് പാരന്റ്സ് പർച്ചേസ് ബട്ട്ലർ റോബോട്ടിനെ റിക്കിക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തു. റിക്കീസ് മദർ ഗീവ്സ് ഹിം കോഴ്സ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. വീട്ടിലുള്ള കുറച്ച് പണികളൊക്കെ അവന് കൊടുത്തു. വീട്ടില് കുറച്ച് പണികളൊക്കെ ആ ഒരു റോബോട്ടിന് ചെയ്യാൻ വേണ്ടി കൊടുത്തു. റിക്കി wakes up to find his room perfectly clean and tidy. റിക്കി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് റൂം ഫുള്ള് ക്ലീൻ. ഈ ചെക്കനാണെങ്കിൽ ഒരു ക്ലീനും ഇല്ല, റൂം മൊത്തം അലമ്പാക്കിടുന്ന ചെക്കനാ. പക്ഷെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുന്ന പിറ്റേന്ന് രാവിലെ എഴുതി നോക്കുമ്പോൾ എഞ്ചാതി വൃത്തി. റിക്കി searches for his missing t-shirt and football. പക്ഷെ ചെക്കനെ ടീഷർട്ടും ഫുട്ബോളൊന്നും കാണുന്നില്ല. വൃത്തി ഓവറായിട്ടേ സാധനം കാണുന്നില്ല. അത് തെരഞ്ഞു നോക്കി. റിക്കി ഫോളോസ് ദി ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. അവനെ സംശയം, അവനെ സ്പൈ ചെയ്തു. അവൻ എന്താക്കി, ഒളിഞ്ഞു നോക്കി എവിടെയാണ് ഇവനാണോ എന്റെ ടീഷർട്ടും അതുപോലെ തന്നെ ഫുട്ബോളൊക്കെ കൊണ്ട് കളയുന്നു നോക്കാൻ വേണ്ടിയിട്ട് അവൻ എന്താക്കി, അവനെ സ്പൈ ചെയ്യാൻ തുടങ്ങി. റിക്കി
catches the butler robot red-handed. അവനെ red-handed ആയിട്ട് വിത്ത് തെളിവോട് കൂടിയിട്ട് അവൻ എന്താക്കി, കയ്യോടെ പൊക്കി എന്ന് പറയില്ലേ, അങ്ങനെ പൊക്കി. Ricky complains to his parents about the butler robot. ബട്ട്ലർ റോബോട്ട് നമ്മൾ ഈ റോബോട്ട് ഉണ്ടല്ലോ, നിങ്ങൾ എനിക്ക് വാങ്ങി തന്ന ഈ റോബോട്ട് വീട്ടിലെ പണിയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ എന്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, കട്ടെടുക്കുന്നുണ്ട്, അവൻ എന്താക്കുന്നുണ്ട്, ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. Ricky becomes ashamed of how he treated his belongings. അപ്പോഴാണ് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നത് എന്താണ്, ആക്ച്വലി നമ്മുടെ റോബോട്ട് ആവശ്യമില്ലാത്ത വസ്തുക്കളാണ്, അതായത് ഇവൻ ആവശ്യമില്ലാത്ത വസ്തുക്കളാണ്, പക്ഷെ അത് മറ്റുള്ള ആൾക്കാർക്ക് ആവശ്യമുണ്ടാവും എന്ന് കരുതിയിട്ട് അത് അവർക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോഴാണ് അവനെ എത്രത്തോളമായിരുന്നു തന്റെ വസ്തുക്കളോട്, അതായത് തന്റെ ടീഷർട്ടിനോടും അതുപോലെ തന്നെ ഫുട്ബോളിനോടും ഒക്കെ എത്രത്തോളമായിരുന്നു മിസ്ട്രീറ്റ് ചെയ്തിരുന്നത് എന്ന് അപ്പോഴാണ് അവന് ലജ്ജാവഹമായി. Ricky starts taking better care of his possessions. അവന്റെ സാധനങ്ങളൊക്കെ പിന്നെ അവൻ നന്നായിട്ട് നോക്കാൻ തുടങ്ങി, അവൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ തുടങ്ങി. Ricky decided to become maximum efficient boy. ഒരു നല്ല കുട്ടിയാവാൻ, ഒരു മാക്സിമം എഫിഷ്യന്റ് ആയിട്ടുള്ള ബോയ് ആവാൻ വേണ്ടിയിട്ട് അവൻ എന്തായി, തയ്യാറായി, അങ്ങനെ തീരുമാനിച്ചു. ഇതാണ് സ്റ്റോറി. ചിലപ്പോൾ ഇപ്പോഴും സ്റ്റോറി കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. whatever, നമ്മൾ എന്താക്കാൻ പോവാണ്, അത് നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി കൂടി നിങ്ങൾക്ക് ഉണ്ട്. റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവന്റ്സ് ഡിസ്ക്രൈബ് അബവ്. ഇവിടെ കൊടുത്ത ഈ ഒരു പോയിന്റ്സ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമ്മൾ എന്താക്കണം, ഒരു സമ്മറി പോലെ, നമ്മുടെ ചാപ്റ്ററിന്റെ സമ്മറി പോലെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് വെച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതുക, ഒരു കുഞ്ഞു പാരഗ്രാഫ് എഴുതിയാൽ മതി, സെറ്റ് ആക്കാം, പവർ ആക്കാം. സോ അതിന്റെ മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കും, കാരണം അവരും ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, പവർ ആവട്ടെ, സെറ്റ് ആവട്ടെ. കൂടാതെ ഇത് ലൈവ് എൻഡ് ആയതിനു ശേഷം, ആക്ച്വലി ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇനി ഏത് ആക്ടിവിറ്റി ആണ് നിങ്ങൾക്ക് വേണ്ടത്, കുറച്ചുകൂടി ടഫ് ആയിട്ട് തോന്നുന്നത് ഏത് ആക്ടിവിറ്റി ആണെന്നുള്ളതും കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ എന്താക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബിൽ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. നമ്മളെ ഈ ഒരു ക്ലാസ് 7ന്റെ ഈ ഒരു ചാനലിൽ നമ്മൾ ഇനി ലൈവ് സെഷനുകളായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ സ്ലൈഡുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഇതിൽ വരുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാട്സപ്പ് ത്രൂ ലഭിക്കണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്. അതിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഫ്രീ നോട്ട്സ് കിട്ടും. അതുപോലെ തന്നെ ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. സെറ്റ് ആണല്ലോ? അപ്പൊ ഈ ആക്ടിവിറ്റി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാരഗ്രാഫ് എഴുതാൻ പോവുകയാണ്. സെറ്റ് ആണല്ലോ? കണ്ടോ, Ricky's life changed when his parents get a butler robot. ഒരു ബട്ട്ലർ റോബോട്ടിനെ റിക്കി കിട്ടിയപ്പോൾ അവന്റെ ജീവിതം മുഴുവൻ അങ്ങോട്ട് മാറി. At first he's happy to have help with the chores. അവന്റെ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഒരു ഹെൽപ്പറെ കിട്ടിയല്ലോ എന്ന് കരുതിയിട്ട് അവൻ ഹാപ്പിയായി, സന്തോഷവാനായി. But then he notices his stuff missing. പക്ഷേ പിന്നെയാണ് അവൻ നോട്ടീസ് ചെയ്യുന്നത്, അവന്റെ സാധനങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. He follows the robot, okay? He follows the robot and catches it taking his things. അവന്റെ റോബോട്ടാണ് ഈ സംഭവങ്ങളൊക്കെ എടുത്തു വെക്കുന്നത് അവൻ അവസാനം മനസ്സിലായി. Ricky complains to his parents but realizes he hasn't been taking care of his stuff. അവസാനം പാരന്റ്സിനോട് കംപ്ലൈന്റ് ചെയ്തു, ഈ റോബോട്ടിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്, അത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് കംപ്ലൈന്റ് ചെയ്തു. പക്ഷെ പിന്നീടാണ് റിക്കിക്ക് മനസ്സിലായത്, അവന്റെ വസ്തുക്കൾ നല്ലതുപോലെ നോക്കാത്തത് കൊണ്ടാണ് ഈ ഒരു റോബോട്ട് അത് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കുന്നത്. ആക്ച്വലി ഇത് ഉപകാരമില്ലാത്ത വസ്തുക്കളാണെന്ന് കരുതിയിട്ട്. കാരണം ഈ റിക്കിയുടെ ബിഹേവിയർ, ആ ഒരു വസ്തുക്കളോടുള്ള ബിഹേവിയർ അങ്ങനെയാണ്. നമ്മളെ വീട്ടിലും ഉണ്ടാവും, പഴയ ഡ്രസ്സുകളൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ടാവില്ല, അത്ര കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ അത് മാത്രമേ ധരിക്കുള്ളൂ. അത് കുറച്ച് പിന്നുമ്പോഴേക്കും നമുക്ക് പുതിയത് വേണം എന്നുള്ള ആ ഒരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. He decided to change, starting to look after he thinks. അവന് മാറാൻ തയ്യാറായി. അവന്റെ വസ്തുക്കളൊക്കെ അവൻ നന്നായിട്ട് നോക്കാൻ തുടങ്ങി. Better and appreciating what he has. അവൻ എന്താണോ ഉള്ളത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ചെറിയ എന്താ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും കംപ്ലൈന്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു റിക്കി. പിന്നീട് അവൻ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ജീവിക്കാൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവന് തയ്യാറായി. ഇതാണ് ആക്ച്വലി നമ്മുടെ സ്റ്റോറി. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. സോ മറക്കരുത്, ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കംപ്ലീറ്റ് ചാപ്റ്ററും അതിന്റെ ആക്ടിവിറ്റീസ് സെറ്റ് ആക്കാനുള്ള അവഞ്ചേഴ്സ് ബാച്ചിൽ എല്ലാവരും അടിച്ചു കയറി വാ മക്കളെ, സെറ്റ് ആക്കാം, പവർ ആക്കാം. മാത്രമല്ല ഇതുപോലത്തെ ധാരാളം വീഡിയോസ് ഇനി ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇനി ഏതാണ് അടുത്ത ആക്ടിവിറ്റി വേണ്ടതെന്നുള്ളത് പറയണം. താങ്ക് യു. Let's see another video with another session. Until then, it's a bye. Thank you.